ഒറ്റയ്ക്ക് വാ, നമ്മള് നോക്കാം, ഞാൻ നോക്കാം എന്നുള്ള രീതിയിൽ അയാളെ സംസാരിച്ചു. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ജിൻഡോയെ ഇനിയും സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഹലോ എവരിവൺ. സിജോ അതായത് ജിൻഡോക്കെതിരെ കുറേ തെളിവുകൾ കൊണ്ടുവരികയാണ്. ജിൻഡോ പല പെൺകുട്ടികളുമായി നിങ്ങൾക്ക് ബിഗ് ബോസിൽ അവസരം തരാം, സിനിമയിൽ അവസരം തരാം, പൈസ തരാമൊക്കെ പറഞ്ഞ് നിരവധി പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, കൂടെ കിടക്കാൻ നിർബന്ധിച്ചു. അങ്ങനെയൊക്കെയാണ് സിജോ പറയുന്നത്. അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ സിജോ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സിജോ കൊണ്ടുവരുന്ന തെളിവ് സത്യമാണോ? സിജോ പറയുന്ന കാര്യങ്ങൾ സൈഡിൽ വെച്ചുകൊണ്ട് സിജയുടെ തെളിവ് കേട്ടുകൊണ്ട് അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ, ജിൻഡോ തെറ്റ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിജോ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, നമസ്കാരം, ഞാൻ സിജോയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ചാനലിലൂടെ ജിൻഡോയ്ക്കെതിരെ കേസ് കൊടുത്തതിന്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ സമയത്ത് കമന്റിലൂടെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ ഒരു കാര്യമാണ് സിജോയ്ക്ക് ജിൻഡോയോട് അസൂയ മൂത്ത് ബിഗ് ബോസിന്റെ വിന്നറാകാൻ സാധിക്കാത്തത് കൊണ്ട് വിന്നറായ ജിൻഡോയ്ക്കെതിരെ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്, അതിനകത്ത് ഒരു സത്യവും ഇല്ല എന്നുള്ള കാര്യം. തെളിവെവിടെ എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് എന്റെ ഈ വീഡിയോയിലൂടെ 2 വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വോയിസ് ക്ലിപ്പ് ജിൻഡോ ഒരു പെൺകുട്ടിയെ ബിഗ് ബോസിൽ കയറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഫ്ളാറ്റിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആ പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പാണ്. ഓക്കെ, സിജോ പറയുകയാണ് ജിൻഡോ വിളിക്കുന്ന ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേൾപ്പിക്കുമെന്ന്. ഏതായാലും ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടു നോക്കാം, അതിനുശേഷം ഞാൻ ക്ലിയർ ചെയ്ത് പറയാം. ഓക്കെ, ജിൻഡോനെ ഞാൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിക്ക് സംസാരിച്ചു, നമ്പറൊക്കെ തന്നു, അങ്ങനെ മെസ്സേജൊക്കെ അയച്ചു. അപ്പോൾ നല്ല സ്വഭാവമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ സംസാര രീതിയിൽ ഇവിടെ നിനക്ക് അവസരം തരാം, പിന്നെ അതുപോലെ തന്നെ നിനക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം, നീ ഇങ്ങോട്ട് വാ, നമുക്ക് ജിമ്മിൻ്റെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യണം, എറണാകുളത്തേക്ക് വാ, ഫ്ലാറ്റിലേക്ക് വാ എന്ന് അങ്ങനെയൊക്കെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്നെ അങ്ങനെ കരുതരുത്, ഞാനൊരു ഏട്ടനെ പോലെയാണ് കണ്ടിട്ടുള്ളത്, അപ്പം ആ രീതിയിൽ തന്നെ എന്നെ കാണാം, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെ ബിഗ് ബോസിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വലിയതായിട്ട് ആരാധിക്കുന്ന ഒരാളായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെയൊന്നും ഇഷ്ടമല്ല. അപ്പം ഇല്ല, പുള്ളിക്കാരൻ അപ്പോൾ പറഞ്ഞ എൻ്റെ അടുത്ത്, ഇല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചോളെ, ഇങ്ങനെയാണ്, അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച കാര്യമൊന്നും പുറത്തേക്കൊന്നും പറയാൻ നിൽക്കണ്ട, അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാനത് വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിന് എറണാകുളത്ത് വന്നപ്പോൾ എൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ പിന്നെയും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഫ്ലാറ്റിലേക്ക് വന്നൂടെ, നമുക്ക് ഇവിടെ ഇരിക്കാം, 2 ദിവസം സ്റ്റേ ചെയ്യണം, അങ്ങനെയാണ്, അന്ന് നമുക്ക് ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോവാം, കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതെൻ്റെ അമ്മയോട് സംസാരിച്ചു. അപ്പം അമ്മയ്ക്ക് അത് അത്ര ഇതായി തോന്നിയില്ല, അമ്മ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പുള്ളിക്കാരൻ്റെ സംസാര രീതി ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയുകൊണ്ട് അപ്പം ഞാനും അത് വേണ്ട വെച്ചു. അങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് അങ്ങനെ സംസാര രീതിക്ക് ഒരു മോശമായിട്ടുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നും തോന്നിയില്ല. മോനെ സിജോ, ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ജിൻഡോ ഇവരെ നിരവധി തവണ വിളിച്ചു, നിരവധി തവണ ചാറ്റ് ചെയ്തു എന്നല്ലേ ഇവർ പറയുന്നത്. എന്തുകൊണ്ട് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വെക്കുന്നില്ല? എന്തുകൊണ്ട് ജിൻഡോയുടെ വോയിസ് ക്ലിപ്പ് വരുന്നില്ല? അതായത് ഞാൻ തെളിവ് തരുന്നു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് മാത്രം വെച്ചാൽ അത് തെളിവാവും സിജോ? അതായത് ഞാനിവിടെ പറയുന്നില്ല ജിൻഡോ വലിയൊരു പുണ്യാളനെന്ന് ഞാൻ പറയുന്നില്ല. ജിൻഡോ തെറ്റ് ചെയ്തവനാണെങ്കിൽ അവൻ ശിക്ഷിക്കണം. എന്നാൽ തെളിവ് എന്ന് പറയുമ്പോൾ അതായത് ജിൻഡോയുടെ വോയിസും കൂടി നമുക്ക് കേൾക്കണം. ഇവർ പറയുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജിൻഡോ പറയുന്ന വാക്ക് നമുക്ക് കേൾക്കണം. അതായത് നിലവിലെ അവസ്ഥയിൽ ഇതുപോലൊരു വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കാൻ ഈസിയാണ്. ഒരു 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഞാൻ പറയുന്ന പോലൊരു വോയിസ് ക്ലിപ്പ് അയച്ചു തരും എന്ന് പറഞ്ഞാൽ ആരും അയച്ചു തരും. അതുപോലത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഓക്കെ, സിജോ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉന്നയിക്കുകയാണ്. അതിലെങ്കിലും ജിൻഡോയുടെ വോയിസ് ക്ലിപ്പ് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് കേട്ടു നോക്കാം. നേരിട്ട് കണ്ടപ്പോഴാണെങ്കിലും ബിഗ് ബോസിലൊക്കെ അവസരമുണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിട്ടും നിനക്ക് അവസരം, 3 ആളെ കയറ്റാൻ പറ്റും, കാരണം ഞാൻ വിന്നറാണ്, എനിക്ക് 3 ആളെ കയറ്റാൻ പറ്റും, നീ ഇങ്ങോട്ട് വരണം, എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബിഗ് ബോസിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് അത്ര, അവിടെ എറണാകുളത്ത് ഏഷ്യനെറ്റ് അവിടേക്ക് പോവാം, സംസാരിക്കുക, എന്നിട്ട് നമുക്ക് അതിനെ ഇതാക്കി വിടാം, ആരും അറിയണ്ട, പൈസ കൊടുക്കണം അതിൽ അങ്ങനെ കയറണമെങ്കിൽ, അപ്പം അതിന് വേണ്ട ഞാൻ സംസാരിക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ്
പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു ഡൗട്ടായി. കാരണം എനിക്ക് അറിയണവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ വിളിക്കില്ല അവർ. കാരണം അതിലേക്ക് കയറണമെങ്കിൽ അവരായിട്ട് നേരിട്ടാണല്ലോ വിളിക്കുക. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയണത് ഇങ്ങനെയാണ്, ഇങ്ങനെ കയറണമെങ്കിൽ ഞാൻ വിന്നറായത് കൊണ്ട് എനിക്ക് കയറ്റാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലും അന്നും സംസാരിച്ചു. അപ്പോഴും ഞാൻ ഇല്ല, എനിക്ക് അങ്ങനെ ഞാൻ വരുന്നില്ല, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള. നോക്കൂ, ഇത് രണ്ടാമത്തെ പെൺകുട്ടിയാണ്. ആദ്യം സിനിമയ്ക്ക് അവസരം തരാൻ കൂടെ കിടന്നാൽ ഫ്ലാറ്റിലേക്ക് വിളിച്ചു എന്നാണ് സിജോ പറയുന്നത്. രണ്ടാമത്തെ ചേച്ചി പറയുന്നത് എനിക്ക് ബിഗ് ബോസിലേക്ക് അവസരം തരാം, അതായത് ജിൻഡോ വഴി കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് കയറ്റുമെന്ന് ജിൻഡോ പറഞ്ഞത്രേ. ഞാൻ വിജയിയായത് കൊണ്ട് എനിക്ക് 3 പേരെ കയറ്റാൻ പറ്റും, അതായത് നിങ്ങളൊരു 2 ലക്ഷം രൂപ കൊടുത്താൽ കയറ്റുമെന്നാണ് ജിൻഡോ പറയുന്നു എന്നാണ് യുവതി പറയുന്നത്. എന്നാലും ഇവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട് പൊന്നുമോനെ സിജോ. എവിടെയാണ് ജിൻഡോയുടെ വോയിസ്? അതായത് നിരവധി തവണ ജിൻഡോ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പെങ്കിലും വേണ്ടേ? ഒരൊറ്റ കാര്യം പറയാം. ഇപ്പോൾ സിജോ പറയും അത് അൺസെൻഡ് ചെയ്തതാണ്, ഡിലീറ്റ് ചെയ്തതാണെന്ന് സിജോ പറയും. അപ്പോൾ ഒരു കാര്യം പറയുകയാണ്, സിജോ ബിഗ് ബോസിൽ കളിച്ച ഒരാളാണ്, വലിയ ഒരാളാണ്, കുറേ പൈസ ഉള്ള ഒരാളാണ്. ഇത്രയും വലിയൊരു പ്രസ്താവന, തെളിവ് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ സൈബർ സെല്ലിൽ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് മിസ്സായ ഡിലീറ്റ് ചെയ്ത എല്ലാ എവിഡൻസും കിട്ടും. എന്തുകൊണ്ട് ജിൻഡയുടെ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കൊണ്ടുവരുന്നില്ല? ഇങ്ങനെ പറഞ്ഞ് ഇത് തെളിവ് എന്ന് പറയാൻ നാണമില്ലേ സിജോ? അതായത് ഇപ്പോഴത്തെ കാലത്ത് ഒരു പക്ഷേ ഇതിലെല്ലാം സത്യമായിരിക്കും. ഓക്കെ, ഒരു പക്ഷേ ഇത് സിജോ പറയുന്നത് എല്ലാം സത്യമായിരിക്കും. ഞാൻ പറയുന്നത് നമുക്കത് സത്യമെന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം എവിടെയും 2 വോയിസ് ക്ലിപ്പിലും നമ്മൾ ജിൻഡോ പറയുന്നു അല്ലാതെ ജിൻഡോ പറഞ്ഞതായി നമ്മൾ എവിടെയും കേൾക്കുന്നില്ല. ഓക്കെ, മൂന്നാമതായിട്ടുള്ള ഒരു പ്രശ്നം കൂടി സിജോ ഉന്നയിക്കുകയാണ്. അവിടെയെങ്കിലും ജിൻഡോക്കെതിരെ എന്തെങ്കിലും നല്ല തെളിവുണ്ടോ നമുക്ക് നോക്കാം. അതുപോലെ ഇവിടെ നേരിട്ട് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്ത സമയത്തും എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചതാണെങ്കിലും ശരി, അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ നീ അങ്ങോട്ട് വരണം, അവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കണം, പൈസയൊക്കെ കൊടുക്കണം, ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ടിയിട്ട്, അതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റാക്കാം. പിന്നെ അയാൾക്ക് എന്തൊക്കെയോ എനിക്ക് എൻ്റെ ആദ്യ ഭാര്യ ഇങ്ങനെ പോയി, രണ്ടാമത്തെ ഗേൾ ഫ്രണ്ടും പോയി, എനിക്ക് ആരുമില്ല, പിന്നെ അയാൾക്ക് കൗണ്ട് കുറവാണ്, എനിക്ക് കുട്ടികളുണ്ടാവില്ല, ഇങ്ങനെയൊക്കെയാണ് ആള് സംസാരിച്ചത്. അതന്ന് ഓണത്തിന്റെ ഒരു ഷൂട്ട് ചെയ്യണം, കളരിയുടെ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞത് ആളുടെ ഫ്ലാറ്റിലേക്ക് വരും എറണാകുളത്ത്, അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ വിടില്ല, എൻ്റെ വീട്ടിൽ അങ്ങനെ അമ്മയൊന്നും അങ്ങനെ വിടില്ല, ഒറ്റയ്ക്കൊന്നും ഞാൻ അങ്ങനെ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഫോൺ കൊടുക്കും, ഞാൻ സംസാരിക്കാം, അമ്മയുടെ അടുത്ത് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞ് വിടും, അങ്ങനെ ഇങ്ങനെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാതിരി സംസാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് അതൊരു പന്തികേടായി തോന്നിയില്ല. അപ്പം അമ്മ പറഞ്ഞു വേണ്ട, പോണ്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ വരില്ല എന്ന് തന്നെ പറയുകയും ചെയ്തു. ഇത് മൂന്നാമത്തെ പെൺകുട്ടിയാണ്. അതായത് സിനിമയിൽ ഷൂട്ട് തരാമെന്ന് ജിൻഡോ വിളിക്കുന്നു. അതിനുശേഷം അമ്മ അനുവദിക്കാത്തത് കൊണ്ട് ജിൻഡയുടെ മുഖം കാണുമ്പോൾ എന്തോ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞങ്ങൾ പോയില്ല, ജിൻഡയുടെ വർത്തമാനത്തിൽ ഞങ്ങൾക്ക് അത്ര പന്തികേട് തോന്നാത്തത് കൊണ്ട് ഞങ്ങൾ പോയില്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഇവരും ജിൻഡയുടെ വോയിസ് ക്ലിപ്പ് വെക്കുന്നില്ല? മൂന്നാമത്തെ പെൺകുട്ടികളാണ്. 2 ആൾ കിട്ട മെസ്സേജ് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തു നമുക്ക് വെക്കാം. ഇത് മൂന്നാമതൊരു പെൺകുട്ടിയുടെ തെളിവാണ് സിജോ ഇവിടെ വെക്കുന്നത്, പെണ്ണിൻ്റെ വോയിസ് ക്ലിപ്പാണ് വെക്കുന്നത്. ഒരു പക്ഷെ ഞാൻ പറയുകയാണ്, ജിൻഡോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ വോയിസ് വെക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ എന്ത് പെൺകുട്ടികൾക്ക് എന്ത് കേസായി കഴിഞ്ഞാലും പെൺകുട്ടികളുടെ വോയിസോ ഫേസോ നമ്മൾ വെക്കാറില്ല. നേരെ മറിച്ച് ജിൻഡോ അങ്ങോട്ട് ചോദിക്കുന്ന കുറേ മെസ്സേജ് ഉണ്ടാവുമല്ലോ, നീ വന്നോളൂ, ഞാൻ നിനക്ക് സിനിമയുടെ അവസരം തരാമെന്നൊക്കെ ജിൻഡോ പറയുന്നൊരു ഭാഗമുണ്ടാവുമല്ലോ. അത് എന്തുകൊണ്ട് സിജോ നീ വെക്കുന്നില്ല? ഒരൊറ്റ കാര്യം പറയുകയാണ് സിജോ, ഇത് നീ തെളിയിച്ചിട്ടില്ലെങ്കിൽ നീ കുറ്റക്കാരനാണ്. ജിൻഡോ പറയുന്നു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല, പറഞ്ഞു എന്ന് പറഞ്ഞുള്ള ഓഡിയോ ക്ലിപ്പാണ് നമുക്ക് വേണ്ടത്. നാലാമതായി സിജോ ഒരു വാക്കും കൂടി പറയുകയാണ്. അതായത് അവിടെയെങ്കിലും ജിൻഡോക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടോ നമുക്കൊന്ന് നോക്കാം. 18 വയസ്സ് പോലും പൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ സമാനമായ രീതിയിൽ ജിൻഡോ അവന്റെ റൂമിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്പാണ്. വളരെ വളരെ നിർണായകമാണ്. അതായത് 16 വയസ്സും 14 വയസ്സുമുള്ള ആ ഒരു റേഞ്ചിൽ വരുന്ന പെൺകുട്ടികളടക്കം റൂമിലേക്ക് ക്ഷണിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഞാൻ അടുത്തതായി വെക്കാൻ പോകുന്നത് എന്നാണ് സിജോ പറയുന്നത്. നമുക്ക് ഏതായാലും ആ തെളിവ് നോക്കാം. അവിടെയെങ്കിലും ജിൻഡയുടെ വോയിസ് ക്ലിപ്പ് കിട്ടുമോ നമുക്കൊന്ന് നോക്കാം. ചേട്ടാ, ഈ ജിൻഡോ എന്ന് പറഞ്ഞ അയാള് എൻ്റെ ഫ്രണ്ടുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഞങ്ങൾ ഈ കൊച്ചിയിൽ ഷോയ്ക്ക് പോയ ടൈമിൽ ഇയാള് കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവള് വിളിച്ച് അയാൾ വെച്ച് റൂം ആയോന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു
റൂമായി കുഴപ്പമില്ല എന്ന് പറഞ്ഞ ടൈമിൽ ഇയാൾ പറഞ്ഞു കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോയാൽ ഇവിടെ റൂമുണ്ട്, ആളുടെ റൂമിൽ ചെല്ല്. ഇപ്പോൾ പറഞ്ഞു റൂം വേണ്ട, റൂം ഞങ്ങൾക്ക് കിട്ടിന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു കൂടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു എങ്കിൽ പിന്നെ അവരെ ഞങ്ങളെയും കൊണ്ട് റൂമിൽ ചെല്ലി കോഫി എടുക്കാൻ പോവാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പോയൊന്നുമില്ല. നോക്കൂ, ഇത് 4ാമത്തെ വോയിസ് ക്ലിപ്പാണ്. 4ാമത്തെ പെൺകുട്ടിയാണ്, 16 വയസ്സുള്ള അല്ലെങ്കിൽ 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഇവിടെയും ജിൻഡോ അങ്ങനെ പറയുന്നു എന്ന് പറയുന്നതല്ലാണ്ട് എവിടെയും ജിൻഡോയുടെ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടുന്നില്ല എന്നതാണ് നമുക്ക് കിട്ടുന്നത്. അതായത് തെളിവ്, ഞാൻ ഇന്ന് ശക്തമായ തീയായിട്ടുള്ള ജിൻഡോക്കെതിരെ വളരെ വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ ഞാൻ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ പറയുന്നതല്ലാതെ ജിൻഡോ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ജിൻഡോയുടെ ഒരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടോ ജിൻഡോയുടെ ഒരു ഓഡിയോ ക്ലിപ്പോ ഇതുവരെയും സിജോ പുറത്തു വിടുന്നില്ല. മോനെ സിജോ, പൈസ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ സിജോ പറഞ്ഞതൊക്കെ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ ശരിയായിട്ടുണ്ടാവും. ഇത് ഒന്നും കൂടി സിജോ തെളിയിക്കണം ജിൻഡോയുടെ ഓഡിയോ ക്ലിപ്പ് വെച്ച്. ഒരു കാര്യം സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഇതുപോലൊരു ഓഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരോടെങ്കിലും ഒരു പെൺ സുഹൃത്തിനോട് പറയുകയാണ്, ഞാൻ പറയുന്നത് പോലെ ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയക്കൂ, നിനക്ക് 2000 രൂപ ഞാൻ തരാം, എന്ത് പ്രശ്നം വന്നാലും ഞാനാണ് അതിൻ്റെ ഉത്തരവാദി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ പ്രശ്നങ്ങളാവാറില്ല, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ തെളിവ് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ നമ്മൾ മുമ്പിൽ എത്തിക്കും. ഒരൊറ്റ കാര്യം സിജിയോട് ഞാൻ പറയുകയാണ്, സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, അതായത് അഭിപ്രായം കൊണ്ട് മികച്ച ഒരാളാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ സായിയുടെ ഒരു നല്ല ഫ്രണ്ടായിട്ടും നിങ്ങൾ എന്തിന് നല്ല തെളിവ് കൊണ്ടുവരാതെ ഇങ്ങനെ പറയുന്നു? അതായത് എവിടെയും ജിൻഡോ പറയുന്നതായി സിജോ വെക്കുന്നില്ല. നാളുകളിൽ സിജോ ജിൻഡോയുടെ വോയിസ് ക്ലിപ്പും ഓഡിയോ ക്ലിപ്പും പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യും. അതായത് സിജോ തിരുത്തി നല്ല രീതിയിൽ ജിൻഡോ പറയുന്നത് കൊണ്ട് ജിൻഡോയുടെ ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, നമ്മൾ ജിൻഡോയെ പ്രതിയാക്കും. നിലവിൽ ജിൻഡോയെ ഒരക്ഷരത്തിൽ നമുക്ക് പ്രതിയാക്കാൻ പറ്റൂല, കാരണം ഒരു എവിഡൻസും ഷൂട്ടാവുന്നില്ല. ജിൻഡോ പറയുന്നു എന്ന് പറയുന്നല്ലാതെ ജിൻഡോ പറഞ്ഞതായിട്ട് ഒരു ഓഡിയോ ക്ലിപ്പും നമുക്ക് ഇതിൽ വ്യക്തമായില്ല. അതുകൊണ്ട് സിജോ ഇതിനെ ക്ലിയർ ആക്കണം. പിന്നീട് ജിൻഡോയുടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ നിങ്ങൾ ഇതിന് കേസ് അടക്കം കൊടുത്തു കഴിഞ്ഞ് ഇതിന് നല്ല രീതിയിൽ അന്വേഷിച്ച് ആരാണ് നിങ്ങൾക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചത് നിങ്ങൾ ക്ലിയർ ചെയ്യണം നമുക്ക് മുമ്പിൽ. ഇതൊരു സോഷ്യൽ മീഡിയ ആണ്, ഓക്കെ? അല്ലാതെ സിജോ ഒന്നും കൂടി, അതായത് ജിൻഡോയുടെ ഓഡിയോ ക്ലിപ്പും കൂടി നമുക്ക് മുമ്പിൽ തരണം, അന്നെങ്കിലും ഈ വിഷയം ഒരു ക്ലിയർ ആവുമല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ, ജിൻഡോയുടെ ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, ജിൻഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നതാണ്, ഓക്കെ? അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.